കർക്കിടകം ഒന്നായി ഇന്ന് സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിലും പ്രത്യേക ചടങ്ങുകളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരു വളരെ ഭംഗിയുള്ള മനോഹരമായൊരു കാഴ്ചയുള്ള ദിവസമാണ് ഇന്ന് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കും. പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ അവിടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 65-ലധികം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. ഇത് കാണാൻ 70,000-ലധികം ആളുകൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. രാമായണ മാസമാണ്, കർക്കിടകത്തിൻ്റെ ആരംഭമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. തൃശ്ശൂരിലെത്തുന്നവർക്കൊരു വലിയ കാഴ്ചയുടെ ഒരു ഉത്സവം തന്നെ അവിടെയുണ്ട്. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതും ആനകൾക്ക് ഊട്ട് നടത്തുന്നതൊക്കെ ഒരു മനോഹരമായ കാഴ്ചയാണ്. എവിടം വരെ ആയി അവിടുത്തെ ചടങ്ങുകളൊക്കെ? വെരി ഗുഡ് മോർണിംഗ് ശ്രീജ. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥ ക്ഷേത്ര മണ്ണിലാണ്. ഇവിടെയാണ് ഇന്ന് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ട് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള മഹാഗണപതി പൂജയാണ് ഇപ്പോൾ നടക്കുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ ഗണപതി പൂജ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഇത് കാണുന്നതിന് വേണ്ടി പതിനായിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും തിരക്കായിരിക്കും ഇവിടെ ആനയൂട്ട് നടക്കുമ്പോൾ ആളുകൾ ഇവിടെ എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും 68 ആനകളെയാണ് ഇത്തവണ സംഘാടകർ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കർക്കിടകത്തിലെ ആദ്യ പുലരിയിൽ നടക്കുന്ന ആനയൂട്ടിലുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം വടക്കുംനാഥ ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 9 മണിയോടെ നടക്കുന്ന ആനയൂട്ടിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുക. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ആനയൂട്ടെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്. ഇത്തവണ എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി സുന്ദരൻ, പുതുപ്പള്ളി സാധു, പാറമേക്കാവ് കാശിനാഥൻ തുടങ്ങിയ ആനകളും എത്തും. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജ ഇത്തവണ നടക്കൂ എന്നതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിനുള്ളിൽ ആനകളൊക്കെ ആചാരപരമായി അണിനിരക്കും. അതിനുശേഷമാണ് ആനയൂട്ട് ഈ ഗജപൂജ നടക്കുന്നത്. ഒപ്പം ഇത്തവണ തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിയും പുത്രിക്കോവിൽ സാവത്രിയും ഉൾപ്പെടെ 9 പിടിയാനകളും ഊട്ടിനെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും 1,20,008 നാളികേരം, 2,500 ശർക്കര, 200 കിലോ നെയ്യ്, 1000 കിലോ അവിൽ, മലര്, ഒപ്പം തന്നെ എന്നിവ ഉപയോഗിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമപ്രസാദവും ഇതിനുശേഷം ആളുകൾക്ക് നൽകും. ഇവിടെ എത്തുന്ന ഭക്തർക്ക് അന്നദാനത്തിനുള്ള സൗകര്യമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് 6:30 ഭഗവത് സേവയും നടക്കും. ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നമുക്കിവിടെ നിൽക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കുക, ഇവരൊക്കെ സ്ഥിരമായി ഇവിടെ എത്തുന്നവരാണോ എന്ന്. ഇവിടെ എല്ലാ കാണുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എവിടെ ഇവിടെ തന്നെയാണ്. ഇന്നത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 1000 ആൾക്കാർ ഇവിടെ എത്തും എല്ലാ വർഷവും. എത്ര ആനകളാണ്? ആനകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 60 ആനകളുണ്ട്. 60 ആനകളും എല്ലാവരും ഇവിടെ എത്തി. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ ഒരു ഭാരവാഹി കൂടിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എവിടെന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട് നിന്ന് വരെയാണ്. ഞാൻ വർക്ക് ചെയ്യുക അവിടെ തൃശ്ശൂർ വർക്ക്. ഞാൻ ഇത് രണ്ടാമത്തെ വർഷമാണ് ഈ ആനയൂട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി രാവിലെ 8 മണിക്ക് ഡ്യൂട്ടി കയറണം. അപ്പോൾ ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് പോകാണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ആനപ്രേമി കൂടിയാണ്. അതെ, ആനപ്രേമി, നല്ലൊരു ആനപ്രേമിയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് രണ്ടാമത്തെ വർഷം ഇത് വരുന്നത് കണ്ടു. ആനയൂട്ട് കാണാൻ വേണ്ടി വന്നാണ്. ആനയെ ഊട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഊട്ടിയില്ല, ആദ്യമായിട്ട് ഊട്ടം നോക്കുന്നുണ്ട്. കിട്ടിയ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർക്ക് പോലും ആനകളെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇവിടെ എത്തുകയും അത് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ആളുകൾ അതിനെ കണക്കാക്കുകയും ചെയ്യുന്നത്. ശ്രീജ, എന്തായാലും 9 മണിയോടുകൂടിയാണ് ഈ ആനയൂട്ട് ആരംഭിക്കുക. നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. ഇത്തവണ വലിയൊരു ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഒരുക്കങ്ങളെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പിന്നെ രാമായണ മാസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ശരിക്കും രാമായണ മാസത്തിൽ വടക്കുന്നാഥൻ വന്ന് ഗണപതിക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ മാസം വളരെ പഞ്ഞമാസം എന്നാണ് പറയാറ്. പക്ഷേ ഈ ആ മാസം വളരെ നന്നാവും. ഇപ്രാവശ്യത്തെ പ്രത്യേകത ഗജപൂജയും കൂടി ഉണ്ട്. പ്രത്യക്ഷമായിട്ട് ഗണപതിനെ ഇരുത്തി പൂജിക്കുകയാണ്. അപ്പോൾ അത് കാണാനും അത് തൊഴാനും പ്രത്യേകമായിട്ട് പൂജയും ഈ ഗണപതിക്ക് ആഹാരം കൊടുത്താൽ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും 66 ആനയുണ്ട്. പ്രാവശ്യം വളരെ നല്ല രീതിയിലാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആളുകൾക്ക് ഈ ആന ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും
അതിൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 4 മീറ്റർ 4 അടി മാറ്റി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇപ്പുറത്തൊന്നും ആനയ്ക്ക് കൊടുക്കാം. ആനയുടെ അടുത്ത് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് ആനകൾ വരുന്ന സമയമാണ്. അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും എല്ലാം മാറ്റി ഒരുമാതിരി ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ചികിത്സ അല്ലേ ആനയുടെ അത് നാളെ തുടങ്ങും. നാളെ തുടങ്ങും. നാളെ ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് 5 ആനയുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ തുടങ്ങി. നമ്മുടെ ഗുരുവായൂരിന് ശരിക്കും ആനയുടെ പുറത്തേക്ക് വിടാറില്ല. വടക്കുന്നവൻ ആനയൂട്ടിന് മാത്രം അവർ 7 ആനേനെ വിട്ടുവരുന്നുണ്ട് ഇപ്രാവശ്യം. അതും ഒരു പ്രത്യേകതയാണ്. അത് ഗുരുവായൂരിന് ശരിക്കും ആനയുടെ ചികിത്സ തുടങ്ങി പുറത്തേക്ക് വിടാറില്ല. ഇവിടേക്ക് മാത്രമായിട്ടാണ് പറഞ്ഞു വിടുന്നത്. 7 ആന വരുന്നുണ്ട്. ഈ മഴ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി മഴ ഉണ്ടെങ്കിലാണ് ആനയൂട്ടാവുള്ളൂ. നമുക്ക് എന്താ ഇത്രയധികം ആനകൾ ചമയങ്ങളില്ലാണ്ട് ആനകളുടെ എന്താ വെച്ചാൽ എല്ലാ ആനകളും ഒരേ രീതിയിൽ കാണുന്നു. ഇവിടെ മാത്രമേ പറ്റുള്ളൂ. 10-16 ആന ഒരേ സ്ഥലത്ത് ആടെ ആഭരണങ്ങളില്ലാതെ. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ നെറ്റിപ്പട്ടവും കുടയും കോലമൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല. ആനകളെല്ലാം ശരിക്കും അതേ രീതിയിൽ മഴ കൊണ്ട് കാട്ടിൽ നിൽക്കുന്ന സുഖത്തിൽ ആനകൾ നിൽക്കുക. പിന്നെ വിഭവസമൃദ്ധമായൊരു സദ്യയുണ്ട് മഴ കഴിഞ്ഞാൽ. ശരി, നന്ദി. ശ്രീജ, നമുക്ക് ആനയെ കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. നമ്മൾ എത്ര വേണമെങ്കിലും മടുക്കാതെ നോക്കി നിൽക്കുന്ന ഒരു മൃഗമാണ് ആന. അപ്പോൾ ഈ 68ഓളം ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അതിനെ നമുക്ക് എത്രമാത്രം കണ്ണിനൊക്കെ വലിയ ഒരു കാഴ്ചയാണ്. വലിയൊരു മനസ്സിന് തന്നെ വലിയൊരു സന്തോഷമാണ് ഇത്രയും ആനകൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ ആനകൾ ഓരോന്നായി നിരന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ഗജപൂജയാണ്. 4 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജ ഇന്നുണ്ട്. അതിൽ പിടിയാനകളും ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഈ ഗജപൂജകൾക്ക് ശേഷമാണ് 9:30 ആനയൂട്ട് നടക്കുക. അത് കാണുന്നതിന് വേണ്ടി 10,000-കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. കാരണം തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂർക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ ആനയൂട്ട് ദിവസം. അങ്ങനെ ആനകൾക്ക് ആനയെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും ഭക്തർക്കുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യമായി കരുതി എല്ലാ വർഷവും സ്ഥിരമായി വരുന്ന ആളുകളുമൊക്കെ ഉണ്ട്. നമുക്ക് കാണാം, ഓരോരുത്തരും ഇവിടെ രാവിലെ വന്ന് ഇന്ന് അമ്പലത്തിൽ തൊഴുതതിന് ശേഷമാണ് ഈ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ. ആനകളൊക്കെ നിരന്ന് നിൽക്കുന്ന 68ഓളം ആനകൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ സന്തോഷവും വലിയൊരു മനസ്സിന് തന്നെ വലിയൊരു കുളിർമയും നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. ആളുകളൊക്കെ ഇവിടെ എത്തി. ഇവിടെ ആനയൂട്ടിന് വരുന്ന ആനകളെ കൊണ്ടുവരുന്നത് പോലും വലിയ ഭാഗ്യമായിട്ടാണ് ഈ ആന ഉടമകളും പാപ്പാന്മാരും ഒക്കെ കരുതുന്നത്. അത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു ആനയൂട്ടാണ് ഇന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുക. അതിനുശേഷം ഭക്തർക്ക് അന്നദാനമുണ്ട്. മുഖ്യ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ആനയൂട്ടിൻ്റെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുക. ഭക്തർക്കും ആനയെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീജ, ആനയെ പേടിയുണ്ടോ? ആനയെ ചെറിയ പേടിയുണ്ട്. ആനയെ ഊട്ടാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു അടുത്ത ചോദ്യം. അതാണ്. പക്ഷേ തൽക്കാലം ചെറിയ പേടിയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള ധൈര്യം കാണിക്കില്ല എന്ന് ഞാനങ്ങ് ഊഹിക്കുകയാണ്. എന്തായാലും അതൊരു മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച കാണുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ദിവസം 68 ആനകൾ. ഈ ആനപ്രേമികളെ സംബന്ധിച്ച് ആന അണിഞ്ഞൊരുങ്ങി വരുന്നതും അവർക്ക് വലിയ സന്തോഷമുള്ളതാണ്. അങ്ങനെ ചമയങ്ങളില്ലാതെ ആനയെ കാണുക, ആനയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നതും ആനപ്രേമികളെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷമാണ്. അങ്ങനെ ഏതാണ്ട് 10,000-കണക്കിന് ആന